നേരെ ആ ഒരു ലെവലിലാണ്. പിന്നെ സെയിൽസ്മാൻമാർക്ക് തോന്നിയാൽ മതി എപ്പോൾ വേണമെങ്കിൽ വരാം, ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഗ്രൂപ്പിസാണ്. മലയാളികൾ വേറെ ഇവന്മാർ വേറെ ആ ഒരു ടൈപ്പിലേക്ക് ഇവിടെ മാറിയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ക്യാമറ വന്ന് അന്വേഷിച്ചു കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ച മുമ്പ് ഇത് ചെക്ക് ചെയ്തിട്ടാണ് ഒരുത്തനെ പുറത്താക്കിയത്. കാരണം ഓൻ വിവേകിനെ വിളിച്ചറിയാതെ വിവേകൻ ഞാൻ രാവിലെ ലീവാണ്, എനിക്ക് വൈകാന്നാണ്, നിങ്ങൾ ലീവ് എടുക്കും. വിവേക സമയത്തിന് 10 മണിക്ക് വരാൻ പറഞ്ഞാൽ 10:30 11 മണിക്ക് വരും. ഒരു രാത്രി ഇതേമാതിരി എനിക്ക് അയ്യോ വയറുവേദന എടുക്കുന്നതാണ് നേരം ഈ കളി കളിച്ചു അവനെ പുറത്താക്കിയത്. തങ്കം കുറേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലൊക്കെ കുറച്ച് ലാഭറും പറഞ്ഞു കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റാക്കി എഴുതുന്നത്. അപ്പോൾ തങ്കം പറഞ്ഞെന്താ വെച്ചാൽ തങ്കം എത്ര പറഞ്ഞത് ഞാൻ ഡിസിൽക്കാരോട് ഓപ്പണായിട്ട് പറഞ്ഞു ഞാൻ എന്തായാലും ഈ കമ്പനി തുടങ്ങാൻ താല്പര്യം ഈ പോക്കാണെങ്കിൽ ഈ കമ്പനി 2 വർഷം നിൽക്കുള്ളൂ. ഞാൻ പോകുമ്പോൾ നല്ല സെയിൽസ്മാരെ ഞാൻ അത് മൂപ്പർ കട്ട് ചെയ്യും. തങ്ങനോട് പറഞ്ഞാൽ എന്താ വെച്ചാൽ മാക്സിമം വെറുപ്പിച്ച് സ്റ്റാഫ് വേണ്ടെന്ന് പോയിക്കോട്ടെ, ഉള്ളവർ നിന്നാൽ മതി. അപ്പോൾ തങ്കപ്പോൾ CP ആണ്. അങ്ങനത്തെ ഒരാൾ വേണം ശരിക്കും സ്റ്റോറിൽ. അല്ല വേറൊരു കാര്യമുണ്ട്, ഇവിടെ വിസിറ്റേഴ്സിനുള്ളവർ ഇപ്പോഴും ലിസ്റ്റിലാണ്. ഇപ്പോൾ ഒരുത്തിനെടുത്ത് കളഞ്ഞില്ലേ അവൻ ലിസ്റ്റിലാണുള്ളത്. ഇനിയുണ്ട് അങ്ങനത്തെ 3 ആൾക്കാർ. കമ്പനിക്ക് അത്രയും വിശ്വാസം ഇവന്മാരെ കിട്ടിയാൽ മതി. അത് തങ്കം പറയുന്നുണ്ട് ഇവന്മാരെയും കൂടി കിട്ടി കഴിഞ്ഞാൽ സെറ്റ്. ആ പെണ്ണ് ആ ജോഷ്ണൻ വന്ന പെണ്ണ് ഇവിടുന്ന് പോകണം. ഓട് പോയി കഴിഞ്ഞാൽ മുക്കാലും സെറ്റാണ്. വിവേകനെ ചവിട്ടി മൂലയ്ക്ക് ഇടുന്നതാണ്. അതുപോലെ വെങ്കിനെ ഷോപ്പിൽ പോയിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടേക്ക് ആരും വരില്ല. കാരണം ഓഫീസിലെ കാര്യങ്ങൾ ഇനിയിപ്പോൾ വെങ്കി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ വെങ്കിനെ എനിക്ക് വേണം ചവിട്ടി വേണം പുറത്തിടാം. പക്ഷെ ഞാനത് തെണ്ടിത്തരം കാണിക്കാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ വെങ്കിനെ ചവിട്ടി പുറത്തേക്ക് ഇട്ടിട്ട് എനിക്ക് വേണത് വെങ്കിനെ നെഞ്ഞത്ത് വേറെ ആരും. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് കളി കളിച്ചു കഴിഞ്ഞാലും ഓനെ കമ്പനിയായിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ കയ്യിൽ വന്നു. ഡയമണ്ട് ഈ 4 മാസം ജാഫറോ സജ്മലോ സജ്മൽ അങ്ങനെ തന്നെ ഗോൾഡ് ചെയ്യാനും ഡയമണ്ട് ചെയ്യാനും 2 ആൾക്കാരാണ്. സജ്മൽ ഇപ്പോൾ 12 ദിവസം നാട്ടിൽ പോയി വന്നല്ലേ. എന്താണെന്നറിയോ എൻ്റെ സ്മൂത്തായി ഓടിക്കഴിഞ്ഞാൽ എൻ്റെ വില ഇവിടെ ഞാൻ ഗോൾഡ് ചെയ്യാൻ സ്മൂത്താക്കി. ഓനില്ലെങ്കിൽ നടത്തേണ്ട രീതി വന്നാൽ ഇവിടെ വില കൊടുക്കും. ഞാനും സജ്മലും കൊണ്ട് കൊടുത്തില്ല. കാരണം ഗോൾഡ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഷാൻ ഇടയ്ക്കിടയ്ക്ക് പറയും അഖിലേഷ് മാർക്കറ്റിന് ഓക്കെയാണ്, ഓനെങ്ങനെ പരിപാടിക്ക് കൊണ്ടാണോ ഓൻ്റെ പ്ലാനാണ് ഓനാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് ഷാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഓനൊക്കെ കൊണ്ടുപോയാൽ മതി. അങ്ങനെയാണ് എൻ്റെ ബേസിക്കായിട്ട് നമ്മളടുത്തൊക്കെ ഒന്ന് സംസാരിക്കുന്നു. ഞാനന്ന് ലീവ് ഞാൻ ഇങ്ങനെ കേബിളിൽ കയറിയിട്ട് ദിവസം പക്ഷെ എന്താ പരിപാടി ഞങ്ങളൊരു കല്യാണം ഉണ്ട് ദിവസത്തെ